നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ പ്രിയങ്കരനായ സൂപ്പർ സ്റ്റാർ പാൻ ഇന്ത്യൻ നടൻ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര റിലീസായിട്ട് 7 ദിവസമായി. ഇന്ന് 7-ാം ദിവസം 100 കോടി ക്ലബിൽ കയറി. ഇന്ന് അതിൻ്റെ സെലിബ്രേഷൻ നടന്നിരിക്കണം. തെലുങ്കാന DQ ഉണ്ടായിരുന്നു. പൊളി പരിപാടിയാക്കിയിട്ടുണ്ട്. അപ്പം ദുൽഖർ സൽമാൻ എൻ്റെ എല്ലാവിധ വിജയാശംസകളും എല്ലാവിധ കൺഗ്രാജുലേഷൻസും. തകർത്ത മുത്തേ, ഇങ്ങനെ വേണം പ്രൊഡ്യൂസർ അയക്കുന്നത്. കിഡിലൻ പ്രൊഡ്യൂസർ. 30 കോടി ബഡ്ജറ്റിൽ ഇറക്കിയ പണം 300 കോടി രൂപ പകിട്ട്. കാശ് നല്ലോണം വാരിയെറിഞ്ഞ് കാശ് വരുന്നത്. അങ്ങനെ വേണം പ്രൊഡ്യൂസ് ചെയ്യാണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങളുണ്ടായി. നല്ലോണം കാശ് വാരിയെറിഞ്ഞപ്പോൾ പടത്തിൻ്റെ ഗുണം കണ്ടോ. ഒരു ഇംഗ്ലീഷ് പടം കാണാൻ നമുക്കുണ്ട്. ഒരു ഇംഗ്ലീഷ് പടം പോലെ തന്നെ എന്തിന് ലോകം മൊത്തം പടം ഇറക്കി, കേരളം ഉൾപ്പെടെ. ഒറ്റ സ്വന്തം ടിക്കറ്റ് കിട്ടാനില്ല. എല്ലായിടത്തും നല്ല തിരക്കാണ്. പോസിറ്റീവ് റിവ്യൂ ആണ്. ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അമ്മാതിരി പടം ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ DQന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും. ബിഗ് സല്യൂട്ട്. നല്ലൊരു പടം ഞങ്ങൾക്ക് തന്നതിന്. ഇങ്ങനെ വേണം പടം ചെയ്യാനായിട്ട്. ഈ നമ്മുടെ മലയാളത്തിൽ പ്രൊഡ്യൂസർ കണ്ട് പഠിക്കണം DQനെ. അല്ലാതെ ചുമ്മാ കുറേ അളിഞ്ഞ പടങ്ങൾ ചെയ്തിട്ട് റിവ്യൂ പറയുന്ന കുറ്റം പറയുക, പ്രേക്ഷകരെ കുറ്റം പറയുക. പടം മോശമാണ്, പടം മോശമാണെന്ന് തന്നെ പ്രേക്ഷകർ പറയും. ഇതുണ്ട് നല്ല പടം ഇറക്കി പോകണം. ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എല്ലാവരും പോസിറ്റീവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാനില്ല. ലേറ്റ് നൈറ്റ് ഷോയിൽ പോലും ടിക്കറ്റ് കിട്ടാനില്ല. അതായത് രാത്രി 12 മണി 1 മണിക്കൊക്കെ പടം ഉണ്ട്. അതിന് പോലും ടിക്കറ്റ് കിട്ടാനില്ല. ലോകമ്പാട് ഹിറ്റായിരിക്കുകയാണ്. ഇത് 7-ാം ദിവസം 100 കോടി അടിച്ച്. ഇനി എത്ര ദിവസം ഓടാൻ കിടക്കുന്നത്? ഇത് 100, 150, 200 നിൽക്കത്തില്ല. ഇത് കുറഞ്ഞൊരു 500 കോടിയിൽ നിൽക്കത്തില്ല. മലയാളത്തിന് ഒരു 1500 കോടിയാവും. കിഡിലൻ പടം. പിന്നെ കല്യാണി പ്രിയേഷനെ കുറിച്ച് പറയണം. കല്യാണി പ്രിയേഷൻ സിനിമയിൽ കൊണ്ടുപോകുന്ന ദുൽഖറാണ്. വരാൻ ആവശ്യമുണ്ട്. അതും ബ്ലോക്ക് ബസ്റ്റർ അടിച്ച്. ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ലോകനാണ്. അതും ദുൽഖറാണ് കൊണ്ടുവന്നത്. അതും ബ്ലോക്ക് ബസ്റ്റർ അടിച്ച്. അത് 100 കോടി കഴിഞ്ഞ് 7-ാം ദിവസം. കല്യാണി പ്രിയേഷൻ നടി. ആദ്യമായിട്ട് കല്യാണി പ്രിയേഷൻ ലീഡിംഗ് റോൾ ചെയ്യുന്ന വിധത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ 100 കോടി അടിക്കുന്ന ആദ്യത്തെ പടം. അത് തന്നെയാണ് ഒരു സൂപ്പർ വുമൺ എന്നുള്ള പേര് കിട്ടി. യഥാർത്ഥ സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ കല്യാണി പ്രിയേഷൻ ആണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കല്യാണി പ്രിയേഷൻ്റെ ഒരു ഏറ്റവും വലിയൊരു ലക്ക് എന്ന് പറയുന്നത് 7-ാം ദിവസമാണ്. പടം ഇറങ്ങി 7-ാം ദിവസം 100 കോടി അടിച്ച്. അതിൻ്റെ സെലിബ്രേഷൻ ഇപ്പം DQ ഉൾപ്പെടെ അവിടെ തെലുങ്കാന നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കല്യാണി പ്രിയേഷനാണ് എൻ്റെ അഭിപ്രായത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ. അല്ല മഞ്ജു വാര്യരോ നയൻതാരയോ ഉർവശിയൊന്നുമല്ല. ഇങ്ങനെയുള്ള ഏരെയൊക്കെയാണ് നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ജനസ്വാധീനം ഉണ്ടാക്കി ജനങ്ങൾക്ക് ഒരു ക്രഷ് തോന്നിയാണ് നമ്മൾ അവരെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. അത് കല്യാണി പ്രിയേഷൻ ഉണ്ടാക്കിയെടുത്ത്. ഈ പറഞ്ഞവരൊന്നും മുമ്പ് പറഞ്ഞവരൊന്നും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് കുറേ PR-കളും കുറേ മാധ്യമപ്രവർത്തനം പറഞ്ഞിട്ടുണ്ടാകും. ജനങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതാണ് സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ. എന്തായാലും DQ ഉണ്ടായിട്ട് കല്യാണി പ്രിയേഷനിൽ ലേഡി സൂപ്പർ സ്റ്റാർ ടാഗ്ലൈനും കിട്ടി. ഒരു സൂപ്പർ വുമൺ എന്ന ടാഗ്ലൈനും കിട്ടി. കല്യാണി പ്രിയേഷൻ്റെ മാർക്കറ്റിങ് മാറും. ഇനി കോടികൾ മേടിക്കും. അമ്മാരി ഒരു ആർട്ടിസ്റ്റായി. അങ്ങനെ വേണം നടിയാൻ. അതിനെല്ലാം നന്ദി പറയുന്നത് DQനോടാണ്, പ്രൊഡ്യൂസറിനോട്. ഇങ്ങനെ ഒരു നല്ലൊരു പടം ചെയ്യാനുള്ള താല്പര്യം കാണിച്ചതും ഇതിനുവേണ്ടി ശരിക്കും കാശ് വരി അറിഞ്ഞുകൊണ്ടാണ് ഈ പടം ഇത്ര നല്ലതായിരുന്നു. ഇംഗ്ലീഷുമുള്ള പടമായിരുന്നു. ലോകമൊപ്പം ഇറക്കി വിട്ടു. ഇത്ര നല്ല പ്രൊമോഷൻ കൊടുത്ത് പടം ഹിറ്റാക്കിയെടുത്ത്. അപ്പോൾ DQനാണ് നമ്മൾ നന്ദി പറയുന്നത്. അപ്പം ദുൽഖർ സൽമാനെ കണ്ട് പഠിക്കുക മലയാളത്തിൽ പ്രൊഡ്യൂസർമാർ. പിന്നെ ഈ പടം ഏതോ ഒരു ഉച്ചാളി നടി അഭിനയിക്കേണ്ട ആരെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കിംബന്തി ആയിരിക്കും. എനിക്കറിയത്തില്ല സത്യമാണോ ഇല്ലെന്ന്. അഥവാ അങ്ങനെ വല്ലതും ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് നസ്രീൻ അമ്മയായിട്ട് അഭിനയിക്കാനായിരിക്കും അവരെ വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വഴിയുള്ളൂ അവരെ കണ്ടിട്ട്. അവരൊന്നും ഈ പടത്തിൽ പറ്റത്തില്ല. അവർക്കൊന്നും ഇങ്ങനെയുള്ള സീനൊന്നും ചെയ്യാനും പറ്റത്തില്ല. നേരെ ചൊവ്വ ഇന്ന് അഭിനയിക്കാറില്ല. പിന്നെ ഇങ്ങനെയുള്ള ആക്ഷൻ സീൻ ചെയ്യുന്നത് അത് കല്യാണി പ്രിയേഷന് മാത്രം മലയാള സിനിമ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തെളിയിച്ച് കഴിഞ്ഞു വേറെ ഒരു നടിക്കും പറ്റത്തില്ല. പിന്നെ വേറൊരു നടി ഇന്ന് പറഞ്ഞിട്ട് രംഗണ്ണനെ പോലെ ആവേശനാഥ രംഗണ്ണനെ പോലെ മലയാളത്തിലെ നടിമാർക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല. ഇപ്പോൾ രംഗണ്ണനെക്കാട്ടി 10 മടങ്ങ് മുകളിലുള്ള റോളാണ് കല്യാണി പ്രിയേഷൻ ചെയ്തത്. ആ ഒരു ക്ഷീണവും മാറിയില്ല ഇപ്പം. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് മുമ്പ് ഇങ്ങനെ പരാതി പറയേണ്ട കാര്യമില്ലേ? പരാതി പറഞ്ഞ് നാക്കെടുത്ത് വാരിടുന്ന മുമ്പേ അങ്ങനെ ഒരു സീൻ ഒരു നടി ചെയ്തു കഴിഞ്ഞ്. അതാണ് കല്യാണി പ്രിയേഷൻ. രംഗണ്ണനെക്കാട്ടി 10 മടങ്ങ് മുകളിങ്ങനെ റോളാണ് ചെയ്തേ. അപ്പോൾ ആ പരാതി മാറിയില്ലേ? അപ്പോൾ ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട. അത് ചെയ്യാൻ പിള്ളേരുണ്ട്. മലയാളത്തിൽ ഒറ്റ നടിയേ ഉള്ളത് ഇങ്ങനെയുള്ള റോൾ ചെയ്യാൻ കല്യാണി പ്രിയേഷനാണ്. അല്ലാതെ ഈ പറഞ്ഞ 2 നടിമാർക്കും പറ്റത്തില്ല, വേറെ നടിമാർക്കും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും 7-ാം ദിവസം 100 കോടി ക്ലബിൽ കയറി പടം. ദുൽഖർ സൽമാൻ എൻ്റെ വിജയാശംസകൾ. ലോക ടീം ഈ വിജയം കൊണ്ടാടട്ടെ. ഇനിയും പടം 7-ാം ദിവസം 100 കോടി അടിച്ചു. ഇനി ഇങ്ങനെ 100 കോടി 200 300 കോടി 500 കോടി ആകട്ടെ. മലയാളത്തിലെ ബെഞ്ച് മാർക്കായി കഴിഞ്ഞു ഈ പടം. മലയാളത്തിലെ ഇതുവരെ ചെയ്ത പടങ്ങൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലൊരു ഹൈ ക്വാളിറ്റിയുള്ള ഇംഗ്ലീഷ് മോഡൽ പടം ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചാപ്റ്റർ 2, 3, 4, 5 ഒക്കെ വരാനുണ്ട്. ഇതൊക്കെ ഇതിനെക്കാട്ടി മുകളിൽ വരും.
ഇതിനെക്കാട്ടി വലിയ വലിയ ബഡ്ജറ്റ് പടങ്ങൾ വരും. ഇതിനെല്ലാം ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് കിടലാക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമുക്കിങ്ങനെ നല്ല പടം തന്നതിന് ലോക ടീമിനും ഇതിനെക്കാട്ടി എല്ലാത്തിനും ഉപരി ദുൽഖർ സൽമാനും നമ്മൾ നന്ദി പറയുന്നു. അതിൻ്റെ സെലിബ്രേഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് തെലുങ്കാന. അപ്പോൾ കല്യാണ പ്രേഷൻ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു. ഇനി നല്ല പടങ്ങൾ കിട്ടട്ടെ. ദുൽഖർ സൽമാൻ ഇനിയും നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. കണ്ടില്ലേ, 30 കോടി എന്ന് പറയുമ്പോൾ 300 കോടി പകട്ടുള്ള പടം ചെയ്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെ വേണം പടം ചെയ്യാൻ. അങ്ങനെ ചെയ്ത ദുൽഖർ സൽമാൻ നന്ദി. പടം കിട്ടലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, പിടിച്ച കിട്ടാത്ത പോക്കാണ്. ലേറ്റ് നൈറ്റ് ഷോയ്ക്ക് പോലും ടിക്കറ്റ് കിട്ടാനില്ല. 12 മണിക്ക് 1 മണിക്ക് കൂടുന്ന ഷോയ്ക്ക് പോലും ടിക്കറ്റ് കിട്ടാനില്ല. അമ്മാര് തൂക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണം പടം ചെയ്യാനായിട്ട്. എന്തായാലും കല്യാണ പ്രവേശനം രക്ഷപ്പെട്ടു ഇവിടെ. എന്തായാലും പടം ഇനിയും മുന്നോട്ട് പോകട്ടെ, കോടികൾ വരട്ടെ. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ പടം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കഴിഞ്ഞ് ലോക എന്ന സിനിമ ലോകം മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊളിച്ചടിക്കുകയോ ടീമും